തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ഷാമോളപ്പിലാണ് ചെയ്യുന്നത്. ജെയ്സൺ, ഇതാ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് മുകുന്ദൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗീതാ ഗോപിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. UDF പിന്തുണ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? എന്താകും മുകുന്ദന്റെ അടുത്ത നീക്കം? പ്രതി വളരെ വ്യക്തമാണ്. CC മുകുന്ദൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ആണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുക. UDFലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിവിട്ടിരിക്കുന്നത് വലിയ കൊടുങ്കാറ്റാണ്, പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് ഗീതാ ഗോപിയാണ്. കഴിഞ്ഞ 2 തവണ ഇവിടെ MLA ആയിരുന്നു. അവർക്കെതിരെ ഗുരുതരമായ വ്യക്തിപരമായ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് അന്ന് തന്നെ വിവാദമായിരുന്നു. അവരുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വിവാഹം നടന്ന ഘട്ടത്തിൽ തന്നെ വലിയ വിവാദമായിരുന്നു. സ്വർണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതാണ് ഇന്ന് CC മുകുന്ദന് 225 പവൻ നൽകിയാണ് സ്വന്തം മകളുടെ വിവാഹം നടത്തി. അത് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച്, പക്ഷേ ആ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ തൻ്റെ അടുത്ത് പരാതിയായി ആളുകൾ വന്നു എന്നതാണ് ഒരാരോപണം. മറ്റൊന്ന്, ഈ സീറ്റ് വാങ്ങിയത് പേയ്മെന്റ് കൊടുത്താണ്. അത് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും സംസ്ഥാന നേതൃത്വത്തിന് വരെ പണം പിരിച്ചു നൽകാൻ കഴിയുന്ന വ്യക്തി എന്നാണ് ഗീതാ ഗോപിയെ മുകുന്ദൻ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങളുടെ ആരോപണങ്ങളുടെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് സത്യത്തിൽ ഇന്ന് മുകുന്ദൻ നടത്തിയിരിക്കുന്നത്. CC മുകുന്ദനും പാർട്ടിയുമായി കുറെ കാലമായി തുടരുന്ന ഏറ്റുമുട്ടലിന്റെ അനിവാര്യമായ അന്ത്യം എന്ന് വേണം പറയാൻ. കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിയിലെ ചില നേതാക്കളുമായൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പാർട്ടി നേരിട്ട് ഇടപെട്ട് താൽക്കാലികമായി പരിഹരിച്ചിരുന്നു. ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷവും പാർട്ടി നേതൃത്വം ഇടപെട്ട് താൽക്കാലികമായി പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാക്കി. പക്ഷേ ഒറ്റത്തവണ മാത്രം MLA ആയ തന്നെ ഒഴിവാക്കിക്കൊണ്ട് 2 തവണ MLA ആയവർക്ക് വീണ്ടും അവസരം നൽകുന്നു എന്നതാണ് ഇപ്പോൾ CC മുകുന്ദനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതും തന്നെ മാറ്റി പല ആരോപണങ്ങളുടെയും പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഗീതാ ഗോപിയെ വീണ്ടും കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് മുറിവുണ്ടാക്കി എന്നതാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ LDFനെ സംബന്ധിച്ച്, CPIയെ സംബന്ധിച്ച് നാട്ടിക ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ്. രാഷ്ട്രീയമായി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 5000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് LDFിനുള്ളത്. 28,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ CC മുകുന്ദൻ വിജയിച്ചത്. പക്ഷേ ഇപ്പോൾ 5000 വോട്ട് മാത്രം, പൊളിറ്റിക്കൽ വോട്ട് മാത്രം മുന്നിട്ട് നിൽക്കുന്ന നാട്ടികയിൽ CC മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം വലിയ അട്ടിമറിയിലേക്ക് പോകുമെന്ന ആശങ്ക ചെറിയ തോതിലെങ്കിലും CPI നേതൃത്വത്തിനിടയിലുണ്ട്. വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാൻ പോകുന്നത് വലിയ രാഷ്ട്രീയ ഉത്തേജനകമായ ഒരു മത്സരത്തിന്റെ വിവിധ രൂപങ്ങളായിരിക്കും. അതാണ് ജെയ്സൺ ഷാമോളപ്പിലാണ് ഇന്ന് രാവിലെ ഈ വാർത്ത മുകുന്ദന്റെ പ്രതികരണത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴിതാ പാർട്ടി പദവി തന്നെ രാജിവെച്ചിരിക്കുകയാണ്.